നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ അവസാനിച്ചു. ഇനി നമ്മൾ റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കുകയാണ്. വേൾഡ് കപ്പ് ഇനി പെട്ടെന്ന് അങ്ങ് കഴിയും. അപ്പോൾ റൗണ്ട് ഓഫ് 16 ഫിക്സറും കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഫുട്ബോൾ നിരീക്ഷകൻ ഷിഹാബ് സാർ ഉണ്ട്. വെൽക്കം ഷിഹാബ് സാർ. അപ്പോൾ കിടിലൻ മത്സരങ്ങളോടുകൂടി ഈ റൗണ്ട് ഓഫ് 32 അവസാനിച്ചു. അർജൻറ്റീനയെ ശരിക്കും ഞെട്ടിക്കുന്ന കേപ്പ് വെർദെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ടീമിനെ നമ്മൾ എഴുതി തള്ളേണ്ടതില്ല. ഈ ഫിക്സർ നോക്കിയിട്ട് ഇന്ന ടീമാണ് അതിൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്നാൽ പോലും കളി നമ്മൾ വിലയിരുത്തുമ്പോൾ കൂടുതൽ സാധ്യത ആർക്കാണെന്ന് പറഞ്ഞു പോകാമല്ലോ. ഈ ഒരു കളികൾ ഇപ്പം കാനഡ വേഴ്സസ് മൊറോക്കോ ഇന്ന് രാത്രി തന്നെ, രാത്രി 10:30 കളി. പരാഗ്വേ വേഴ്സസ് ഫ്രാൻസ് ഇന്ന് രാത്രി കളി. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ പുലർച്ചെ 2:30. കാനഡ വേഴ്സസ് മൊറോക്കോ നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. ഈ കാനഡ വേഴ്സസ് മൊറോക്കോ കളിയിൽ മൊറോക്കോക്ക് തന്നെ അല്ലേ ആധിപത്യം? മൊറോക്കോ നമുക്ക് അറിയാം ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത്. നല്ല മത്സരങ്ങൾ, ആദ്യ മത്സരം ബ്രസീലിനായിട്ട് ജയിച്ച്, അതേപോലെ തന്നെ ബാക്കിയുള്ള അതേപോലെ റൗണ്ട് ഓഫ് 32 ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാനഡയുമായി ബന്ധപ്പെട്ട കളിയിൽ മൊറോക്കോന് സാധ്യത നമുക്ക് പേപ്പറിൽ പറയാവുന്നത്. അപ്പോൾ കാനഡയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് നമ്മൾ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുന്നത് എന്നുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ കാനഡ ഒരു ഹോസ്റ്റ് നാഷൻ എന്നുള്ള ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, സപ്പോർട്ട് ഉണ്ടാകും. അതേപോലെ തന്നെ അത് അവരുടെ കളിയിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്ക, മെക്സിക്കോ, കാനഡ ഈ 3 കൺട്രീസ് ഇപ്പോൾ റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കളിയിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നമുക്ക് എന്തും പറയാം, നോക്കൗട്ട് സ്റ്റേജുകളിൽ എന്തും സംഭവിക്കാം. അതിൽ വലിയ വലിയ ടീമുകൾ ഇപ്പോൾ റൗണ്ട് ഓഫ് 32 പുറത്തായിട്ട് നമുക്ക് കണ്ടു. അർജന്റീന പോലെ, കേപ്പ് വെർദെ പോലുള്ള ടീം അർജന്റീന വെള്ളം കുടിപ്പിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണ് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയുമ്പോൾ പേപ്പറിൽ നമുക്ക് കാണുമ്പോൾ മൊറോക്കോയാണ് ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ടീം, അവർ വിജയിക്കാൻ നമുക്ക് തോന്നിയേക്കാം എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ കാനഡ സൗത്ത് ആഫ്രിക്കയാണ് റൗണ്ട് ഓഫ് 32 പരാജയപ്പെടുത്തിയത്. അവർ ഗ്രൂപ്പിലൊക്കെ മോശമില്ലാതെ കളിച്ചു എന്ന് പറയാം. അത്ര ഒരു ഗംഭീര പ്രകടനം എന്ന് പറയാനില്ലെങ്കിലും ജൊനാഥൻ ഡേവിഡിനെ പോലുള്ളവരൊക്കെ കിടിലൻ, അദ്ദേഹത്തിനൊക്കെ ഹാട്രിക് ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ മികച്ച രൂപത്തിലാണ് അവിടെ കളിച്ചത്. പക്ഷേ ചില കളികളിൽ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പക്ഷേ മൊറോക്കോ അങ്ങനെയല്ല. വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പ് 10 നിൽക്കുന്ന ടീമാണ്. അതിൻ്റെ ഒരു പ്രകടനം അവർ പുറത്തെടുത്തിട്ടുമുണ്ട്. സൈബീരിയ പോലുള്ളവർ നല്ല രൂപത്തിൽ കളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സാധ്യത മൊറോക്കോക്കാണ് എന്ന് പറയാം. അവരിപ്പോൾ നെതർലൻഡ്സിനെതിരെയായിരുന്നു അവരെ റൗണ്ട് ഓഫ് 32. അന്ന് ഷൂട്ടൗട്ടിലാണ് ആ കളി തീരുമാനം. മൊറോക്കോയാണ് സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും ഞാനിങ്ങനെ പറഞ്ഞൊരു ഘടകം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ 2 വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ എന്നുള്ള ഇങ്ങനെ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇതിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് കേപ്പ് വെർദെ എങ്ങനെ ഞെട്ടിച്ചോണ്ടാണ്. ഇന്നിപ്പോ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഒരു ടീമിനാണ് എളുപ്പം പറയാൻ തോന്നുന്നില്ല. ആ രൂപത്തിലാണ് കേപ്പ് വെർദെ ഇന്ന് അർജന്റീനയെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത്. അതാണ് പ്രശ്നം. എന്താ പക്ഷെ അടുത്ത കളിയിൽ സാറിന് കൃത്യമായിട്ടുള്ളൊരു വിശകലനം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നാളെ പുലർച്ചെ നടക്കുന്ന പരാഗ്വേ വേഴ്സസ് ഫ്രാൻസ് മത്സരം എന്താണ്? ഡിഫൻസ് വേഴ്സസ് അറ്റാക്ക്. ഇത് ആക്ച്വലി എന്താ പറയുക, ഒരു ഹൈ ഇന്റൻസ് അങ്ങനത്തെ രീതിയിൽ തന്നെയാവും തോന്നുന്നത്. പരാഗ്വേ ടീം കംപ്ലീറ്റ് ഡിഫൻസിലേക്ക് പോകുന്ന, തരം കിട്ടിയാൽ മാത്രമേ ഗോള് വേണമെന്നില്ലെങ്കിൽ എങ്ങനെയും ഷൂട്ട് ഔട്ടിലേക്ക് എത്തിക്കാന്ന് മാത്രമുള്ള തരത്തിലുള്ള കളി ആവാനും പരാഗ്വേ സാധ്യതയുണ്ട്. ഹിസ്റ്റോറിക്കൽ നമുക്കൊരു എവിഡൻസും ഉണ്ട്. 1998 വേൾഡ് കപ്പ്, 1998 വേൾഡ് കപ്പിൽ പ്രീക്വാർട്ടറിൽ സെയിം ടീമായിരുന്നു ഫ്രാൻസ് വേഴ്സസ് പരാഗ്വേ. അപ്പോൾ അതിൽ ഫ്രാൻസ് ഷൂട്ടൗട്ടിലേക്ക് എത്താതെ 114 മിനിറ്റിൽ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾഡൻ ഗോള് ലോറൻ ബ്ലാങ്കിലൂടെ നേടിയിട്ടാണെന്ന് വിജയിക്കുന്നത്. ഏകദേശം 10-30 ഷോട്ടുകൾ ഫ്രാൻസിന്റെ ഭാഗത്ത് അന്ന് നല്ല ടീമായിരുന്നു. 1998 ഫ്രാൻസ് ടീം നമുക്കറിയാം. അപ്പോൾ അതിലൂടെ ശിലാവഡ് എന്ന് പറയുന്ന പരാഗ്വേ ഗോളി ഒരുപാട് എന്താ പറയുക നിർണായകമായുള്ള സേവുകളൊക്കെ നടത്തിയിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്ത് അവസാനം അങ്ങനെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി ഫൈനലിൽ ബ്രസീലിനെ തോൽപ്പിച്ചിട്ട് കപ്പെടുത്താണ് ഫ്രാൻസ് ചെയ്തിട്ടുണ്ടായത്. നല്ല ടീമായിരുന്നു. ഇത്തവണ ഫ്രാൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിനെ വെല്ലുന്ന ഒരു ടീം നമുക്ക് പറയാൻ പറ്റില്ല. അവർ കളിച്ച കളി, റൗണ്ട് ഓഫ് 32 അവർ കളിച്ച കളി, അവരുടെ ഒരു അറ്റാക്കിംഗ് ലൈൻ എന്ന് പറയുന്നത് വളരെ ലീതലായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ലൈനാണ്. അപ്പോൾ പക്ഷേ പരാഗ്വേ എന്ന് പറയുന്ന ടീം ഇന്ന് സ്വീകരിക്കാൻ പോകുന്ന ഒരു നയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, പൂർണ്ണമായിട്ട് ഡിഫൻസിലേക്ക് ഇറങ്ങുന്ന ഡീപ്പ് ലോ ബ്ലോക്ക് ഡിഫൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലേക്ക് ഫ്രാൻസിനെ എങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് മാത്രമാവും
ഒരുപക്ഷെ ഗോൾ അടിക്കണം എന്നുള്ളത് പോലും ചിലർക്ക് ഉണ്ടാവില്ല തോന്നുന്നു. ഗോൾ രഹിത സമനിലയിൽ ഉടനീളം കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഷൂട്ടിലേക്ക് എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, കാരണം അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പക്ഷേ ഫ്രാൻസ് പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് നിരയുള്ള നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ അറ്റാക്കിംഗ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബാപ്പെ, ഒലീസെ, ഡെമ്പല്ലെ, അതേപോലെ തന്നെ ബാർക്ലേ ആണെന്നുണ്ടെങ്കിലും ഡുവേ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉള്ളത്. ഓക്കെ, ഇപ്പം ഇങ്ങനെയുള്ള ഒരു ടീമിനെതിരെ എത്ര നേരം ആ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് കൂടി നമുക്ക് നോക്കി കാണേണ്ടതാണ്. അപ്പോൾ വളരെ കൗതുകം വരുന്നത്, നമ്മൾ പരാഗ്വേ എന്ന് പറയുന്ന ഒരു ടീമല്ലേ എന്ന് തോന്നും. പക്ഷെ അവർ ജർമ്മനിയെ തോൽപ്പിച്ചു. അവർ ഡിഫൻസിൽ എങ്ങനെയാണ് തോൽപ്പിച്ചത് നമുക്കറിയാം, ഇതേ പരിപാടിയിട്ടാണ്. ഒരുപക്ഷെ അതിലേക്കാളും മൃഗീയമായിട്ടുള്ള രീതിയിലുള്ള ഡിഫൻസിലേക്ക് പോയി നമ്മൾ ഫ്രാൻസിനെ ഒരുപക്ഷെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും നോക്കുന്നത്. പക്ഷേ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. അവർ പക്ഷേ അതിനെ മറികടക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഫൈറ്റ് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമുള്ള ഫൈറ്റ് എന്നല്ല, ഒരു അറ്റാക്കും ഡിഫൻസും തമ്മിലുള്ള ഒരു പോരാട്ടം കാണാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കളി ഇന്ന് തന്നെ ആയതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഒരു റിസൾട്ട് സാറിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക? റെഗുലർ ടൈമിൽ കളി തീരുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് ഒരുപക്ഷെ ഒരു 2 ഗോളിന് ജയിക്കും എന്നുള്ളതാണ്. ഓക്കെ, മറ്റേ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, ഷൂട്ട് ഔട്ടിലൊക്കെ എന്തും സംഭവിക്കാന്നുള്ളത്. അപ്പോൾ റെഗുലർ ടൈമിൽ കളി തീർന്നാൽ ഫ്രാൻസ് ഏകപക്ഷീയമായി 2 ഗോളിന് ജയിക്കും എന്നാണ് സാറിൻ്റെ ഒരു പ്രഡിക്ഷൻ. പിന്നെ ബാക്കി കളികൾ, നാളെ 2 കളികളുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും 2 കളികളാണ്. നാളത്തെ 2 കളികൾ എന്ന് പറഞ്ഞാൽ പുലർച്ചെ 1:30 മത്സരം, അതായത് നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ ആവും, ഞായറാഴ്ചയാണ് കളി, നമുക്ക് ഇന്ത്യൻ സമയം പറയും തിങ്കളാഴ്ച പുലർച്ചെ 1:30 ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ബ്രസീൽ വേഴ്സസ് നോർവേ. ബ്രസീൽ ക്ലിയർ ഫേവറേറ്റ്സ് അല്ലേ? നിലവിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബ്രസീൽ ഗ്രാജ്വലി നല്ല രീതിയിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കളിയിലും അനുദിനം അങ്ങനെ മെച്ചപ്പെടുത്തിയ അവസാനം നമ്മൾ റൗണ്ട് ഓഫ് 30 ജപ്പാനായിട്ടുള്ള പെർഫോമൻസ് കണ്ടു. തൊട്ട് മുമ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ അവസാനത്തെ മത്സരം കണ്ടു. ഓരോ മത്സരത്തിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ. ഒരു ടീമായിട്ട് ആഞ്ചലോട്ടിയുടെ ശിക്ഷണത്തിൽ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ബ്രസീൽ. അപ്പോൾ അവരുടെ നല്ല ഇൻറ്റൻസിറ്റി, ആറ്റിറ്റ്യൂഡ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും, തുടക്കത്തിലൊക്കെ ആദ്യത്തെ 2 കളികളിലൊക്കെ ഒരുപക്ഷെ ആറ്റിറ്റ്യൂഡ് വൈസ് നമ്മൾ ഇൻറ്റൻസിറ്റിയുടെ കാര്യത്തിലൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും നമ്മൾ നല്ലൊരു ഫോർമേഷനാണ് ഇപ്പോൾ, നല്ലൊരു ഷേപ്പിലാണ് ടീം നിലവിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്രാൻസ്, സ്പെയിന്, അതേപോലെ തന്നെ ബ്രസീൽ, ഈ 3 ടീമുകളാണ് ഇപ്പോൾ ഒന്നുകൂടി. അർജൻറ്റീന ടീം ഉണ്ടെങ്കിൽ പോലും അർജൻറ്റീന ഹെവിലി ഡിപ്പെൻഡൻ്റ് ഓൺ മെസ്സി. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടീമാണ് ഇപ്പോൾ 3 നമുക്ക് ഒരു വെളിവായിട്ട് എടുത്ത് പറയാനുള്ള ടീമുകൾ തോന്നുന്നത്. അപ്പോൾ നോർവേയുടെ ഭാഗത്ത് എന്തായാലും ഏർലിംഗ് ഹാലൻഡും ഒഡേഗാർഡും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നൊരു നല്ല ചെറുത്തുനിൽപ്പ് ഉണ്ടാവും. ചെറുത്തുനിൽപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റാക്കിങ് ഓൾമോസ്റ്റ് ഓക്കെയാണ്, പക്ഷേ ഡിഫൻസ് ഒന്നും അത്രത്തോളം ബ്രസീലിനെ തടഞ്ഞു നിർത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കളിയിൽ ബ്രസീലിന് മുൻതൂക്കം കാണുന്നു അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത കളിയുടെ ഒരു കാര്യത്തിലേക്ക് പോയാൽ, കാരണം ഇത് നമ്മൾ പ്രിവ്യൂ നാളെ വിശദമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, അത് അന്നത്തെ ദിവസം തന്നെ പുലർച്ചെ 5:30, തിങ്കളാഴ്ച പുലർച്ചെ 5:30 ഇതല്ലേ കളി? തീർച്ചയായിട്ടും ഈ മത്സരം നടക്കുന്നത് മെക്സിക്കോയിലെ അസ്തേക്ക സ്റ്റേഡിയം. ഹിസ്റ്റോറിക്കലി വളരെ പ്രാധാന്യമുള്ള പെലെ 1970 കപ്പുയർത്തിയ, ബ്രസീൽ കപ്പുയർത്തിയത്, 1980 മറഡോണ. അതുമാത്രമല്ല, മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അൺബീറ്റൺ ആണെന്ന് മാത്രമല്ല, ഗോളുകളും വഴങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ. അപ്പം അത് മാത്രമല്ല, മെക്സിക്കോ അവിടെ കളിച്ചിട്ടുള്ള 89 മത്സരങ്ങളിൽ 69 വിജയമാണ്. ആകെ 2 തോൽവി മാത്രം മെക്സിക്കോക്ക് അസ്തേക്ക സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനാണ് തന്നെ ഏതോ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അപ്രധാനമായിട്ടുള്ള മത്സരത്തിൽ തോറ്റിട്ടുള്ള 2 മത്സരങ്ങളാണ്. ബാക്കി ഒഴികെയെന്നുണ്ടെങ്കിൽ മെക്സിക്കോ അവിടെ അസ്തേക്ക സ്റ്റേഡിയത്തിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പെർഫോമൻസാണ്. അപ്പോൾ അസ്തേക്ക സ്റ്റേഡിയത്തിൽ മെക്സിക്കോ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു ബാലികേറ മല തന്നെയാകും എന്നുള്ള സംശയമില്ല. ഇംഗ്ലണ്ട് നിലവിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കഴിഞ്ഞ കളിയിൽ ഹാരി കെയ്ൻ്റെ 2 ഗോളുകളിലൊക്കെയാണ് ജയിച്ച് കയറിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ നടക്കുന്ന മത്സരം എങ്ങനെയാണ് നടക്കുക എന്ന് പറയുന്നത് നമ്മൾ നോക്കി കാണണം. എന്തായാലും വളരെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി മാച്ച് ആയിരിക്കും മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്. തീർച്ചയായിട്ടും ഈ റൗണ്ട് ഓഫ് 16 നമ്മൾ നിർബന്ധമായിട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു കളിയാണ് മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച്. ആ മാച്ചുമായി ബന്ധപ്പെട്ടിട്ട് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയേക്കാന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ഫിഫ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അവിടെ നല്ല
തണ്ടർ സ്റ്റോമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് മാച്ചിന് ടൈമിങ്ങിൽ മാറ്റം ഉണ്ടായേക്കാം എന്ന് പറയുന്നു. പക്ഷേ 2 FAകൾക്കും അതിനോട് എതിർപ്പുണ്ട്. കളി ഒരു 6 മണിക്കൂർ നേരത്തെ ആക്കാനാണ് ഫിഫ ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടക്കാൻ സാധ്യതയില്ല. സമയം ഈ പറയുന്ന പോലെ 5:30 തന്നെ കളി നടന്നേക്കും എന്നുള്ളതാണ് തിങ്കളാഴ്ച പുലർച്ചെ. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി തോമസ് ടൂഷലൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ ഇവിടുത്തെ ഭൂപ്രകൃതി ഇംഗ്ലണ്ടിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അവിടുത്തെ ആൾട്ടിറ്റ്യൂഡിൻ്റെ വിഷയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലണ്ടിനെ മെക്സിക്കോ പറഞ്ഞു വിടുമോ? സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെയുള്ള ഇംഗ്ലണ്ട് പോലെയുള്ളത് ഒന്നും ട്രോപ്പിക്കൽ റീജിയൻസിലോ അല്ലെങ്കിൽ ഒന്നും വരുന്നതല്ലല്ലോ. ട്രോപ്പിക്കൽ റീജിയൻസ് മാത്രമല്ല, ഇങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അത്രമാത്രം. പക്ഷെ അതിൽ വേറൊരു സംഭവം ഉണ്ട്. നമ്മളിപ്പോൾ അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട് ക്വാർട്ടർ ഫൈനലിൽ 1986 ഇംഗ്ലണ്ട് കളിച്ചിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊക്കെയാണ്. ഇംഗ്ലണ്ട് കളിച്ചൊക്കെ ചെയ്തതാണ്, മത്സര പരിചയമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മെക്സിക്കോയുടെ നിലവിലുള്ളൊരു സ്റ്റാറ്റസ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ എന്താ പറയുക, നല്ല ഫോമിലാണ്. ഒന്ന് അസ്റ്റാക സ്റ്റേഡിയത്തിലാണ്, അവർ ഹോസ്റ്റിംഗ് നാഷൻസ് അല്ലേ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാകാം. അപ്പോൾ ഒരു പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. പേപ്പറിൽ ഒരു പക്ഷേ കടലാസിൽ ശക്തമായിട്ടുള്ള നിര എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഇപ്പോൾ മെക്സിക്കോ ഇട്ട് എങ്ങനെയാണ് അവരുടെ ഗെയിം പ്ലാൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. ഏതായാലും നമുക്കതിൽ ഒരു മുൻതൂക്കം പറയുകയാണെങ്കിൽ ആർക്കെന്ന് പറയും? ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നത് ആ മത്സരം ഒരു പക്ഷേ അതൊരു ഷൂട്ടൗട്ടിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നമുക്ക് നാളെ അതിൻ്റെ പ്രിവ്യൂവിൻ്റെ സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പിന്നെയാണല്ലോ നമ്മുടെ കളി, അതായത് ചൊവ്വാഴ്ച പുലർച്ചെ 12:30, തിങ്കളാഴ്ചത്തെ കളിയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ചൊവ്വാഴ്ച പുലർച്ചെ 12:30 പോർച്ചുഗൽ വേഴ്സസ് സ്പെയിന്. പോർച്ചുഗലിനൊരു കട്ടപ്പണിയാണല്ലോ. ക്രൊയേഷ്യക്കെതിരെ കളി കഴിഞ്ഞിട്ട് അടുത്ത സ്പെയിന്. ഇനിയിപ്പോൾ സെമിയിലൊക്കെ ഫ്രാൻസൊക്കെ വരാനുള്ളൊരു സാധ്യത മുന്നോട്ട് പോവുകയാണെങ്കിൽ പാത്ത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കടുകട്ടിയായിട്ടുള്ളത്. പോർച്ചുഗൽ അതും അപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലെ ഫ്രാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ വരുന്നത്. അപ്പോൾ എനിവേ ഈ റൗണ്ട് ഓഫ് 16 ക്ലാഷ് ഓഫ് ടൈറ്റാൻസ് എന്ന് പറയാവുന്നത് ഈ പോർച്ചുഗലും വേഴ്സസ് സ്പെയിൻ തന്നെ തീർച്ചയായിട്ടും. വളരെ ക്രൊയേഷ്യയായിട്ടുള്ള കോൺട്രവേഴ്സ്യൽ മാച്ച് കടന്ന് എനിക്ക് തോന്നുന്നു പോർച്ചുഗലിൻ്റെ നിലവിൽ കോൺഫിഡൻസ്, പക്ഷെ എന്നാലും സംതിങ് ലാക്സ് ഇന്ന് പോർച്ചുഗലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ഒരു വിഷയങ്ങൾ നേരിടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു നമ്മുടെ ഒരു പ്ലെയേഴ്സും ആ സ്ക്വാഡ് ഡെപ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗൽ എങ്ങനെയാണ് കളിക്കേണ്ടത്, ആ രീതിയിലുള്ള കളി പോർച്ചുഗലിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ വളരെ ഒരു യൂണിറ്റായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്, ചേർന്നിട്ട് അവർ ഒരുമിച്ച് ടീമായിട്ട് കളിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ കഴിഞ്ഞ കളിയിൽ ഒരു പെനാൽറ്റിയിലൂടെ നോക്കൗട്ട് സ്റ്റേജിൽ ആദ്യത്തെ ഗോളൊക്കെ അടിച്ചു ലോകകപ്പിലെ, ഒക്കെ ശരി തന്നെയാണ്. സ്റ്റിൽ അവർ പക്ഷേ ക്രിസ്ത്യാനോ പോയതിന് ശേഷം ഇപ്പോൾ 2 ടീം നമ്മൾ പറയുകയാണെന്നെങ്കിൽ അർജൻറ്റീനയും ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സി ഇല്ലാത്ത അർജൻറ്റീന എങ്ങനെ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വട്ടപ്പൂജിയാണ് ഇപ്പൊ നിലവിൽ, വളരെ ഓർഡിനറി ടീമാണ്. അതേസമയം നിലവിൽ ക്രിസ്ത്യാനോ ഇല്ലാത്ത പോർച്ചുഗൽ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ബെറ്ററാണ് എന്ന് പറയാവുന്നത്. ക്രിസ്ത്യാനോ നമ്മൾക്ക് ഒരിക്കലും തള്ളിക്കളയുന്നല്ല. നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ നിലവിലുള്ള ഏജും കെമിസ്ട്രി അതേപോലെ തന്നെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് എനിവേ സ്പെയിനുമായിട്ടുള്ള ഈ കളി എന്ന് പറയുന്നത് സ്പെയിൻ ഇപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ റൗണ്ട് ഓഫ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ സ്പെയിൻ്റെ ഒരു ആധികാരികത ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും പെർഫോമൻസിൻ്റെ കാര്യത്തേക്ക്, ഒരു ലാക്ക് ലെസ്റ്റർ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. വളരെ ആറ്റിറ്റ്യൂഡ് വൈസ് ഒക്കെ വളരെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി രീതിയിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും കളി തീറ്റയോടെ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ അതൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ പോർച്ചുഗലായിട്ട് വരുമ്പോൾ അത് ഒരു വലിയൊരു മത്സരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. റൗണ്ട് ഓഫ് 32-ൽ സ്പെയിൻ നന്നായിട്ടാണ് കളിച്ചത്. യമാല കളിയിൽ മികച്ച പ്രകടനം നടത്തി. ഗോളടിക്കാൻ ആരുണ്ടെന്നുള്ള ചോദ്യത്തിന് ഒയർസബാൾ ഞാനുണ്ട് എന്ന് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്പെയിന് ഓക്കെ ആയിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചിട്ടുണ്ട്. പോർച്ചുഗൽ പക്ഷേ ഇതുവരെ അവരുടെ ഒരു പൊട്ടൻഷ്യലിനൊത്ത കളി കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫീൽ. പോർച്ചുഗൽ സൂപ്പർ ടീമുണ്ട്, പ്രത്യേകിച്ച് അവരുടെ മധ്യനിരയൊക്കെ ടോപ്പ് ക്ലാസ്സാണ്, നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് വന്നിട്ടില്ല. ഒരു പക്ഷേ സ്പെയിനെതിരെ അത് വരുമായിരിക്കും. ഓൾറെഡി അവർ ഇപ്പോൾ നേഷൻസ് ലീഗിൽ ഒരു വർഷം മുമ്പ് സ്പെയിനെ തോൽപ്പിച്ചതാണ്, ഷൂട്ടൗട്ടിലൂടെ ആണെങ്കിൽ പോലും. ഇപ്പോൾ അവർ സ്പെയിനോട് കട്ടക്ക് നിന്നിട്ട് സ്പെയിനെ തോൽപ്പിച്ചതാണ്. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയൊക്കെ അവിടെ ഉണ്ട്. കളിയുടെ തലേ ദിവസം നമുക്ക് വിശദമായിട്ട് അതിൻ്റെ അനാലിസിസിലേക്ക് പോവുകയും ചെയ്യാം.
എന്നാലും ഇപ്പോൾ നമ്മൾ ആർക്കാണ് മുൻതൂക്കം എന്ന് ചോദിച്ചാൽ ഒരു സ്പെയിൻ എന്ന് പറയേണ്ടി വരുമോ? ഇപ്പോഴത്തെ കളി ഇതുവരെ നോക്കുകയാണെന്നെങ്കിൽ നമുക്ക് സ്പെയിനിന് ഒരു നേരിയൊരു മാർജിനിൽ, ഒരു ഗോൾ മാർജിനിലൊക്കെ ഒരു പക്ഷേ കയറി പോകാം. ഒരു പക്ഷേ 1-0 അല്ലെങ്കിൽ 2-1 ആകാം എന്ന് നമുക്ക് പറയാം. റെഗുലർ ടൈമിൽ തീരുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമുക്ക് പോർച്ചുഗലിന് എന്തായാലും എഴുത്തള്ളാൻ പറ്റില്ല. അവർ ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. നമുക്കപ്പം ആ കളിയുടെ തലേന്ന് ഡിസ്കസ് ചെയ്യാം. USA വേഴ്സസ് ബെൽജിയം മത്സരം. അത് ബെൽജിയത്തിൻ്റെ ഒരു കളി ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നില്ലേ? USA വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, USA തുർക്കിയോട് തോറ്റോ വേറെ കാര്യം, എന്നാലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല ബെൽജിയം ടൂർണമെൻറ്റിലുടനീളം ഒരു ഇൻകൺസിസ്റ്റൻ്റ് ഗ്രൂപ്പ് തലത്തിലാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ നോക്കൗട്ടിലേക്ക് കടന്നപ്പോൾ പോലും ബെൽജിയത്തിൻ്റെ ഭാഗത്ത് ബെൽജിയം നല്ല രീതിയിൽ ആക്രമിച്ച് കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ബെൽജിയത്തിൻ്റെ ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഡിഫൻസിലൊരു വിഷയമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെന്താ പറയുക, നമ്മളിപ്പോൾ അതേപോലെ ഒരു ഗോൾഡൻ ജനറേഷനൊക്കെ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ എപ്പോഴും നല്ല രീതിയിൽ ഭംഗിയുള്ള കളി കളിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം സ്ഥിരമായിട്ട് സ്ഥിരത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പക്ഷേ ഇവര് പക്ഷേ കളിയിലൊക്കെ വെളിവെക്കും. US-നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ളൊരു സ്ട്രീക്ക് ഉണ്ടായിട്ടില്ല ലോകകപ്പിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതായത് തുടർച്ചയായിട്ട് വിജയിച്ച് ഗോളുകൾ അടിച്ചിട്ട് അതേപോലെ തന്നെ. പക്ഷേ US-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത കളിയിലേക്ക് വരുമ്പോൾ അവർ പ്രധാന സ്ട്രൈക്കറായിട്ടുള്ള ബലോഗണിന്റെ സേവനം ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. എത്ര കളി സസ്പെൻഷൻ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും നോക്കൗട്ട് സ്റ്റേജ് ആണ്. അത് കളിയിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവസരം ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സാധ്യത നമുക്ക് പറയുകയാണെങ്കിൽ USA-നെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അമേരിക്കയിലാണ് കളി നടക്കുന്നത് എന്നുള്ളതുണ്ട്. പിന്നെ അതേപോലെ അതൊരു സ്ഥിരമായിട്ടുള്ളൊരു പ്രകടനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഒരു ബാലൻസ്ഡാണ് എനിക്ക് തോന്നുന്നത് ബെൽജിയം USA തമ്മിലുള്ള കളി എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് USA വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബെൽജിയത്തോടൊക്കെ ബാലൻസ്ഡ് ആയിട്ട് കളിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മൗറിസിയോ പൊച്ചറ്റിനോയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് അവർ നല്ല രൂപത്തിൽ ഈ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുമുണ്ട്. ദെൻ അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരമാണ് അടുത്ത കളി വരുന്നത്. അർജൻറ്റീനയ്ക്ക് അഡ്വാൻറ്റേജ് എന്ന് ഇപ്പോൾ ധൈര്യത്തിൽ പറയാൻ ധൈര്യമുണ്ടോ? അർജന്റീന ഇന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ എന്താ പറയുക, അർജന്റീനയെ സംബന്ധിച്ചോളം എൻ്റെ ഒരു കണ്ടിൽ എന്ന് പറയുന്നത് വളരെ ഒരു പുവർ പെർഫോമൻസ് ആണ് അർജന്റീന ടീമിനെ വെച്ചിട്ട്. വെച്ചെങ്കിൽ വളരെ ഹെവിലി മെസ്സിയെ ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ്. അതൊരു വലിയ വിഷയം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അർജന്റീന കൂടുതൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. അടുത്ത കളിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് തല വിട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചിരുന്നത് അർജന്റീനയുടെ പ്രശ്നങ്ങൾ മെസ്സിയുടെ പെർഫോമൻസ് കൊണ്ട് ആ ഫ്ലോകളൊക്കെ നമ്മൾ കാണാതിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കവർ ചെയ്യപ്പെടാണ്. മെസ്സിയുടെ ആ ഒരു പ്രതിഭ, മെസ്സിയുടെ പെർഫോമൻസ്, മെസ്സിയുടെ ഗോളുകൾ, അർജന്റീനയുടെ വിജയങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള അർജന്റീനയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ നമ്മൾ കവർ ചെയ്യപ്പെടുകയാണ്. ഇത് ആക്ച്വലി സംഭവിക്കുന്നതാണ്. പിന്നെ ഒരു റൗണ്ട് ഓഫ് 16 വരുമ്പോൾ അതിന് നേരിടാനുള്ളത് ഈജിപ്താണ്. നമ്മൾ പേപ്പറിൽ നോക്കുക ഈജിപ്താണ് എന്ന് തോന്നിയേക്കാം. ഈജിപ്ത് ഇതേപോലെ ഡീപ്പായിട്ട് ലോകകപ്പ് നോക്കൗട്ട് സ്റ്റേജിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കേപ്പ് വെർദെയും പറയേണ്ടി വരും. കേപ്പ് വെർദെ ലോകകപ്പിലേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈജിപ്തിനെ സംബന്ധിച്ചുള്ള അറ്റ്ലീസ്റ്റ് വലിയൊരു ടൂർണമെന്റുകളിലൊക്കെ ആഫ്രിക്കൻ നാഷണൽ കപ്പ് ഒരുപാട് നേടിയിട്ടുള്ള രാജ്യമാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലപ്പോലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉള്ളതാണ്. സൂപ്പർ താരങ്ങളുണ്ട്. പക്ഷെ അർജന്റീനക്ക് ഒരു തരത്തിൽ ആശ്വസിക്കാന്ന് വെച്ചെങ്കിൽ ഇങ്ങനെയുള്ള ടീമാണ് കിട്ടിയതെന്നുള്ളത്. കാരണം ഓസ്ട്രേലിയ ആയിരുന്നു ഒരു പക്ഷെ തോന്നുന്നു ഒന്നുകൂടി അർജന്റീന ബുദ്ധിമുട്ടാവുകയായിരുന്നു. കഴിഞ്ഞ റൗണ്ട് ഓഫ് 16 സെയിം ഓസ്ട്രേലിയ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് അർജന്റീന എങ്ങനെയാണ് നമ്മൾ കടന്നുകൂടിയത് കണ്ടതാണ്. അതും മെസ്സിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മെസ്സിയുടെ അവസാന നിമിഷത്തിലുള്ള ഒരു ഗോള് വഴിയാണ്. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എതിർ ടീമുകൾ എങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുക എന്നുള്ളതിൽ ആക്ച്വലി എന്ന് പറയുന്നത് PhD എടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെയും അതേ രീതിയിലാണ് ഷൂട്ടൗട്ടിലാണ് ഈജിപ്ത് ജയിച്ചിട്ടുള്ളത്. ഷൂട്ടൗട്ടിലേക്ക് എത്തിയതുകൊണ്ടാണ് തോന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഡിഫൻസ് കളിക്കുന്ന ടീമാണ്. അപ്പോൾ എനിവേ ഓസ്ട്രേലിയ അല്ല ഈജിപ്താണ് എന്നുള്ളത് പേപ്പർ നമുക്ക് അർജന്റീനയ്ക്കാണ് അഡ്വാൻറ്റേജ് എന്ന് പറയാം. പക്ഷേ എന്തും സംഭവിക്കാൻ ഇത് ഇങ്ങനെ അർജന്റീനയെ കുറിച്ച് പറയേണ്ടി വരുന്നത് കേപ്പ് വെർദെക്കെതിരെയുള്ള അവരുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ്. ഏതായാലും അവർ അതിന് പരിഹാരം കാണും എന്ന് തന്നെ കരുതാം. ഇനി അവസാനത്തെ റൗണ്ട് ഓഫ് 16 മത്സരം വരുന്നത് സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കൊളംബിയ മത്സരമാണ്. വാൻകൂവറിൽ വെച്ച് നടക്കുന്ന മത്സരം. അത് ജൂലൈ 8 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30. കൊളംബിയക്കല്ലേ അതിലൊരു അഡ്വാൻറ്റേജ്? നിലവിലെ പെർഫോമൻസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കൊളംബിയക്ക് നല്ലൊരു സാധ്യതയാണുള്ളത്. സ്വിറ്റ്സർലൻഡിൻ്റെ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. യൂറോപ്യൻ ടീം നല്ല മോശമില്ലാതെ പെർഫോം ചെയ്തിട്ടുള്ള ടീമാണ്.
അപ്പോൾ അവർ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് എങ്ങനെ കളികൾ ജയിക്കുക മുന്നേറുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉള്ളതാണ് ഒന്നുകൂടി എനിക്ക് തോന്നുന്നത്. അപ്പം നല്ല ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൊളംബിയൻ പോലെ ടീമുകൾ എക്കാലത്ത് നല്ല ടീമുകൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു പക്ഷേ നോക്കൗട്ട് സ്റ്റേജുകളിലൊന്നും പെർഫോം ചെയ്ത് മുന്നോട്ട് പോകൽ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ തോന്നുന്നു സ്വിറ്റ്സർലൻഡൊക്കെ ഒന്നുകൂടി ഇങ്ങനത്തെ രീതിയിലൊക്കെ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പൊതുവെ കാണിക്കുന്ന ടീമാണ്. അപ്പോൾ നമുക്ക് എഴുതള്ളാൻ പറ്റില്ല ഒരിക്കലും. പക്ഷേ ടീം നമ്മൾ നിലവിൽ പെർഫോമൻസ് നോക്കിയാണ് കൊളംബിയ നല്ല ടീമാണ്, നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ഒരു നോക്കൗട്ട് വിജയം നേടി മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെയും മറ്റൊരു മാത്രം നോക്കൗട്ട് വിജയമാണ് ഇപ്പോൾ കൊളംബിയക്ക്. 2014 ശേഷം ആദ്യമായിട്ടാണ് ഒരു നോക്കൗട്ട് മത്സരം വിജയിക്കുന്നത്, ഒരു 10-12 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പോൾ നിലവിൽ കൊളംബിയക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ മുതൽ ഓരോ കളി, നാളെ ഇപ്പോൾ നമുക്ക് ഫ്രാൻസിൻ്റെ റിവ്യൂ ഉണ്ട്, അതുപോലെ ബ്രസീലിൻ്റെ പ്രിവ്യൂ ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം.